നമസ്കാരം. വിരാടം വിനോദത്തിൻ്റെ പുതിയ ഫോർട്ട് കൊച്ചി എക്സ്പ്ലോറേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് സിമിത്തേരിയുടെ കാഴ്ചകളായിരുന്നു. ഡച്ച് സിമിത്തേരിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഇടത്തേക്ക് ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം ഫോർട്ട് കൊച്ചി ബീച്ചാണ്. ഫോർട്ട് കൊച്ചി ബീച്ച് എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ നിന്നും ബീച്ച് വേയിലൂടെ വാക്ക് വേയിലൂടെ നടന്ന് നമുക്ക് എത്താവുന്ന സ്ഥലമാണ്. ചെറിയ ബീച്ചാണ്, അത്ര വൃത്തിയുള്ള ബീച്ച് എന്ന് പറയുന്നില്ല, എന്നാലും ഒരു ചെറിയ മണലൊക്കെയുള്ള ഒരു ബീച്ചാണ്. ഇറങ്ങി കളിക്കാനും ഒക്കെ സൗകര്യമുള്ള ബീച്ചാണ്. വലിയ അപകടമില്ലാത്ത ബീച്ചാണെന്ന് തോന്നുന്നു. ബീച്ചിൽ വലിയ തിരക്കായിട്ടില്ല, തിരക്കായി വരുന്നേ ഉള്ളൂ, കാരണം സന്ധ്യ ആകുന്നതേ ഉള്ളൂ. ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ കണ്ട് നമുക്ക് പുറത്തേക്ക് നടക്കാം. പുറത്തിറങ്ങിയാൽ ഭിത്തിയിൽ ഇതുപോലുള്ള ഗ്രാഫിറ്റികളൊക്കെ കാണാം. കൊച്ചിയുടെ പല പല ചിത്രങ്ങളും ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് നമ്മൾ അടുത്ത് എത്തിച്ചേരുന്നത് ബിഷപ്പ് ഹൗസിലാണ്. ബിഷപ്പ് ഹൗസിനോട് അടുത്ത് ചേർന്ന് പോർച്ചുഗീസ് മ്യൂസിയവുമുണ്ട്. പോർച്ചുഗീസ് മ്യൂസിയത്തിൽ കയറി കാണേണ്ടവർക്ക് കാണാം. ഞാനേതൊക്കെയായാലും കയറിയില്ല, കാരണം വൈകുന്നേരമാകാറായിരുന്നു. അവിടുന്ന് വടത്തഴ ലൈനിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളിതാ ഈ സ്ഥലത്തെത്തും. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ പരേഡ് ഗ്രൗണ്ടാണ്. ഫയർഫോഴ്സ് ട്രെയിനിങ് ഒക്കെ നടത്തുന്ന പരേഡ് ഗ്രൗണ്ട്. അവിടെ വലിയൊരു ഈ ഗ്രാഫിറ്റി വരച്ചു വെച്ചിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് കാണുന്നത് ഇൻലാൻഡ് നാവിഗേഷൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു കഫറ്റേറിയ കാണാം. മാസ്റ്റേഴ്സ് ആർട്ട് കഫേ എന്നാണ് കഫറ്റേറിയയുടെ പേര്. അവിടുന്ന് കുറച്ച് നമ്മൾക്ക് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ സാന്താക്രൂസ് റോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തെത്തും. ഇതാണ് സാന്താക്രൂസ് ബസിലിക്ക കത്തീഡ്രൽ. പോർച്ചുഗീസുകാർ 1505 പണി കഴിപ്പിച്ച പള്ളിയാണിത്. ഇതിന്ന് കത്തീഡ്രലാണ്. ധാരാളം ആൾക്കാർ ഇവിടെ സന്ദർശനത്തിനുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ധാരാളം ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഗോതിക് മാതൃകയിലുള്ള ശില്പകലയാണ്, ചാതുര്യമാണ് ഈ ചർച്ചിനുള്ളത്. എത്ര പഴക്കമുണ്ട്? 1505 എന്ന് പറയുമ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ സാന്താക്രൂസ് കത്തീഡ്രൽ. ഇപ്പോൾ പ്രാർത്ഥനകളുടെ സമയമൊന്നും അല്ലാന്ന് തോന്നുന്നു, എങ്കിലും കുറച്ച് ഭക്തരെങ്കിലും അകത്തേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ബസിലിക്കയുടെ കൊടിമരം. നല്ല ഉയരത്തിലുള്ളൊരു കൊടിമരമാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസിലിക്കയുടെ കെട്ടിടത്തിൽ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. പുറത്തു നിന്നും ഈ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ഞാലിപ്പറമ്പെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, ഞാലിപ്പറമ്പ്. ഞാലിപ്പറമ്പിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു കഥകളി കേന്ദ്രമുണ്ട്. കേരള കഥകളി സെൻറ്റർ എന്ന് പറയുന്ന കേന്ദ്രമുണ്ട്. അതിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്, ചെറിയൊരു വഴി. ആ പോകുന്ന വഴിക്കൊരു ടിബറ്റൻ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും കൊച്ചിയുടെ മറ്റ് കാഴ്ചകളുമായി അടുത്ത വീഡിയോ വരുന്നതുവരെ നന്ദി.